അതായത് അതായത് ഒരാളാണ് ലീഡറായിട്ട് വന്നിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. എന്താണ് ഈ ലീഡറിൻ്റെ ജോലി? എന്താണ് ലീഡറിൻ്റെ ജോലി? എന്താണ്? മറ്റുള്ളവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഏതാണ് ഒരാൾ ലീഡർ പൊസിഷനിൽ വന്ന് ലീഡർ പൊസിഷൻ്റെ പ്രത്യേകത എന്താണ്? ലീഡർ പൊസിഷൻ്റെ പ്രത്യേകത എന്താണ്? ലീഡർ പൊസിഷൻ്റെ ഭാഗത്ത് അവിടെ മറ്റുള്ളവരുടെ വേദനയെ താങ്ങാനുള്ള കപ്പാസിറ്റി ലീഡറിനുണ്ട്. മനസ്സിലായോ? ലീഡറിൻ്റെ കപ്പാസിറ്റി ആണ് മറ്റുള്ളവരുടെ തെറ്റിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ലീഡർ. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മനസ്സിലായോ? എന്തോ? അല്ലല്ല, മറ്റൊരാളുടെ ബലഹീനതയെ താങ്ങാനുള്ള കരുത്താണ് ലീഡറിൻ്റെ കഴിവ്. മനസ്സിലായി? അതാണ് ലീഡർ. കാരണം അയാളെ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒരു ബലഹീനത ഉള്ളതുകൊണ്ട്. അവിടെ ലീഡർ അവിടെ സപ്പോർട്ട് കൊടുക്കുകയും. മനസ്സിലായ? അതാണ് ലീഡർ. മനസ്സിലായ? അങ്ങനെ വരുന്ന ആളാണ് ലീഡർ. അതാണ് ഒരു ഗുരു എന്ന് പറയുന്നത്. അതാണ് മനസ്സിലായോ? ഗുരു എന്ന് പറയുന്നത് മറ്റൊരാളുടെ ബലഹീനതയിൽ ഇയാൾക്ക് കൊളാപ്സ് ആകാതെ നിൽക്കാൻ പറ്റുന്നു. അപ്പോൾ അയാളെ വകവെക്കാൻ മറ്റാൾ തയ്യാറാകണം. മനസ്സിലായോ? ഇയാൾ ഈ മറ്റുള്ളവരുടെ പെയിൻ എടുക്കുകയാണ്, മറ്റുള്ളവരുടെ വേദനയാണ് എടുക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അവർ വകവെക്കാണ്ട് പോകുന്നുണ്ടെങ്കിൽ ലീഡർ മറ്റുള്ളവരുടെ പെയിൻ എടുത്തിട്ടാണ് നിൽക്കുന്നത്. പെയിൻ എടുക്കണം, അയാളത് അനുഭവിക്കണേ എന്ന്. മനസ്സിലായി? ഇപ്പോൾ കെന്നിൻ്റെ കാര്യത്തിൽ കെന്നിൻ്റെ കൂട്ടത്തിലിരുന്ന് കെന്നിൻ്റെ ഒരുപാട് പെയിൻ ഞാനിങ്ങോട്ട് എടുക്കണേ എന്ന്. മനസ്സിലായോ? എനിക്ക് കൃത്യമായിട്ട് കാണാം അവൻ്റെ വേദന ഞാൻ എടുത്ത് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്, ആ ഫ്രീ സ്പേസിലോട്ടാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഞാനല്ല പിന്നെ തീരുമാനം എടുക്കുന്നത് കെന്നുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകണോ വേണ്ടിയെന്ന്. മനസ്സിലായോ? എൻ്റെ തീരുമാനത്തിലല്ല കെന്നുമായിട്ട് ഞാൻ ഫർദർ അസോസിയേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? കാരണം ഞാൻ തീരുമാനം എടുക്കണ്ട, ആ ഫ്രീ സ്പേസ് തീരുമാനം എടുക്കാൻ കെന്നുമായിട്ടൊരു. കാരണം ഇത് ഞാൻ പറയാൻ കാരണം കെന്നിനടുത്ത് നിന്ന് മാറുക എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അർത്തിങ്കിൽ നിന്ന് മാറുക, കെന്നിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവുക. കാരണം അത് ചെയ്യേണ്ടി വന്നു. മനസ്സിലായ? എൻ്റെ ശരീരം എന്നെ തകർക്കുന്ന ഭാഗമാണ്. മനസ്സിലായ? എനിക്ക് ഒട്ടും പറ്റത്തില്ല കൊച്ചിനെ, കാരണം അവിടെ ആരും നോക്കത്തില്ലെന്ന് എനിക്കറിയാം. മനസ്സിലായ? ആ കൊച്ചിനെ ആരും ഇവിടെ നോക്കത്തില്ലെന്നറിയാം. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഫ്രീ സ്പേസ് എന്നെ പുള്ളി ചെയ്യണം. മനസ്സിലായ? ഞാൻ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. മനസ്സിലായ? കെന്നിനെ അവിടെ അർത്തെങ്കിലും ഒറ്റക്കിട്ടിട്ട് ഞാൻ ഇറങ്ങുന്ന ഭാഗം. അത്രയും ദുഃഖത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ ഫ്രീ സ്പേസ് എന്നെ ലീഡ് ചെയ്യുന്ന ഭാഗത്തോട്ട് ഞാൻ പോയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അവിടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. അതായത് ഭയങ്കര പെയിൻഫുള്ളാണ് ശരീരത്തിന്. മനസ്സിലായോ? ഭയങ്കര വേദനിപ്പിക്കുന്ന ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് കെവിൻ്റെയും കാര്യത്തിൽ. മനസ്സിലായോ? കെവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗത്ത് ഞാനില്ല അവിടെ. മനസ്സിലായോ? ഞാൻ മാറുകയാണ്. ഭയങ്കര വേദനിപ്പിക്കുന്ന ഭാഗമാണ്. പക്ഷേ ആ വേദന സഹിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? വേദന സഹിച്ചേ പറ്റത്തുള്ളൂ. ഭയങ്കര പെയിൻഫുള്ളാണ്. പക്ഷേ ആ വേദന എൻ്റെ ശരീരം സഹിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോഴും ഫ്രീ സ്പേസാണ് എന്നെ നിലനിർത്തുന്നത്. ഫ്രീ സ്പേസാണ് തീരുമാനം. ഞാനല്ല തീരുമാനം എടുക്കുന്നത്. മനസ്സിലായി? എനിക്കിതിനകത്ത് കാര്യമൊന്നുമില്ല. ഇത് എനിക്ക് കാര്യമില്ലെന്ന് പറയുമ്പോൾ
ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെല്ലാവരും നെറ്റി വിളിക്കും. കാരണം ഇവനെന്ത് പൊട്ടത്തരമാണ് പറയുന്നത്. എല്ലാവരും അവരവർ തീരുമാനം എടുത്തിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. എല്ലാവരും അവരവർ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് പ്രവർത്തിക്കുകയും അതുകൊണ്ട് ഈ ഭാഗം അവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ തീരുമാനം എടുത്തിട്ടല്ല എൻ്റെ ശരീരം ഇങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്ന ഭാഗം അവർക്ക് ശ്രദ്ധിക്കുന്ന ഭാഗമില്ല. ലോകത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാം അവർ തീരുമാനം എടുത്തിട്ട് നടത്തി ഉണ്ടാക്കിക്കൊണ്ടുവന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കത് വിടാൻ പറ്റുന്നില്ല. ഞാൻ തീരുമാനം എടുത്തിട്ട് എൻ്റെ മകനുണ്ടായത് ശരിയാണ്. ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടൊരു മകനുണ്ടായി, മകനെ സ്നേഹിച്ചു, മകനെ ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ എൻ്റെ തീരുമാനമാണ്. പക്ഷേ എൻ്റെ തീരുമാനം കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. ഇതൊഴിവാക്കി പ്രപഞ്ചത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങി. മനസ്സിലായ? അപ്പോൾ അവിടെ ഈ പുത്രസ്നേഹം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ എവിടെയാണ് പുത്രസ്നേഹം പ്രവർത്തിക്കേണ്ടത് അവിടെ പ്രവർത്തിക്കണം. അവിടെയോ പ്രവർത്തിക്കത്തുള്ളൂ. കാരണം ഇത് എവിടെയാണ് ഇതിന് ഡാമേജ് ഇല്ലാതെ ട്രോമ ഇല്ലാതെ ശമിപ്പിക്കാൻ പറ്റുന്നത്? അത് പെർഫെക്റ്റായിട്ട് ഹീലിംഗ് നടക്കണം. അപ്പോൾ നമ്മുടെ ശരീരം രൂപം കൊള്ളാനുള്ള കാരണം എൻ്റെ മകനല്ലല്ലോ എൻ്റെ ശരീരം രൂപം കൊള്ളാനുള്ള കാരണം അല്ല. അതാണ് സോഴ്സ്, അതാണ് ഫ്രീ സ്പേസ്. മനസ്സിലായി? ഇതെല്ലാം എല്ലാ ബന്ധവും രൂപം കൊള്ളാനുള്ള കാരണം ഫ്രീ സ്പേസാണ്. ഇപ്പോൾ ഷാഫി, ജെനി, ലില്ലി, കെന്നി, ഇവർ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, ലില്ലി ഇവിടെ ഇല്ലേ? ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലില്ലി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ചില ആക്ടിവിറ്റീസിൻ്റെ ട്രേസ് ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ട്രേസ് ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ അത് ഫ്രീ സ്പേസിനെ അത് ഹീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ലില്ലി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ചില എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇപ്പോഴും ഞാൻ സ്റ്റക്കാണെങ്കിൽ ഇപ്പം എനിക്കങ്ങനെ ഒരു ഭാഗമില്ല. പക്ഷേ അത് കൊണ്ടാണ് എനിക്കിത് ഇത്ര ഇപ്പം ജെസ്സിയായിട്ടുള്ള ഭാഗത്തും യാതൊന്നുമില്ല. അതെ, അതിങ്ങനെ കംപ്ലീറ്റ് ഫ്രീ സ്പേസിന് കൊടുത്താണ് ഹീൽ ചെയ്തത്. അതുകൊണ്ട് ട്രോമയില്ല. കാരണം ഫ്രീ സ്പേസാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനെടുക്കുന്ന തീരുമാനമല്ലത്. മനസ്സിലായി? ഇപ്പം ലില്ലിയോട് ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. എനിക്കവിടെ ഒന്നും ചെയ്യാനില്ല. ലില്ലിയോട് വിളിച്ച് സംസാരിക്കാനാ ഒന്നും തോന്നുന്നില്ല. മനസ്സിലായ? അങ്ങനെ ഒരു ഭാഗമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ബർത്തിങ്കിൽ പോലും ജെനിയെ വിളിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. മനസ്സിലായ? ഷാഫിനെ വിളിക്കുന്ന ഭാവമൊക്കെ കുറവാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ കാര്യം. മനസ്സിലായ? അവിടെ ആ ഫ്രീ സ്പേസിലാണ് നിൽക്കുന്നത്. ഫ്രീ സ്പേസാണ് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ജെന്യുവായിട്ടുള്ള ബന്ധമല്ല. മനസ്സിലായ? ജെന്യുവായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്നില്ല. മനസ്സിലായി? ജെന്യുവായിട്ട് ബന്ധം എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഷാഫിയായിട്ടും ബന്ധം ആവശ്യമില്ല. മനസ്സിലായി? കെന്നുമായിട്ടും ബന്ധം ആവശ്യമില്ല. പക്ഷെ കെന്നിന് അതെ, ആ ഫ്രീ സ്പേസ് എന്നെ നിലനിർത്തുന്നത് എന്താണ്? എന്നെ നിലനിർത്തുന്ന ജീവനാണ്. മനസ്സിലായി? കെന്ന് കെന്നായിട്ട് ജീവിക്കുന്നു. മനസ്സിലായി? ഇപ്പം അവന് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ജെസ്സി കുറേ കരഞ്ഞ് കാണിച്ചു. അവൻ ഭയങ്കര വിഷമത്തിലാണ് ഇങ്ങോട്ട് പോകുന്നത്. അവന് ഭയങ്കര വിഷമം. അതെന്താ കാരണം? അവിടെ ആ അമ്മയായിട്ടുള്ള അവൻ്റെ ബന്ധം. മനസ്സിലായി? അമ്മയായിട്ടുള്ള അവൻ്റെ ബന്ധം അവൻ്റെ ഉള്ളിലുണ്ട്. അത് റിയലായിട്ടുള്ള ബന്ധമാണ്. അമ്മ വിഷമിക്കുന്നു. അപ്പോൾ ഇവനാകെ തകരുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അവൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇരിക്കുക എന്നുള്ളതല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? എന്നാൽ അമ്മയെ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോരണ ഭാഗം അങ്ങനെ ചെയ്യാനുള്ള ഭാഗവും ഇല്ല. കാരണം അമ്മ അവനെ വിളിക്കുന്നത് വേറെ ചില താല്പര്യത്തിനാണ്. മനസ്സിലായ? കാരണം അവനെ ഉപയോഗിച്ച് മനസ്സിലായി? അവനെ മരുന്ന് കൊടുത്ത് ഇവിടെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവന് എത്ര നാളാണെന്നറിയാം കിടന്ന് പാടുവിട്ടത്. അവൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന ഭാഗം അതും ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പം അത് ക്ലിയർ ചെയ്ത് എന്നുള്ള ഭാഗം. മനസ്സിലായി? അത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ള ഭാഗമാണ്. അപ്പോൾ കൊച്ചിൻ്റെ വിഷമത്തിൽ ഞാനിരുന്ന് വിഷമിക്കുന്ന ഭാഗമില്ല. യെസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ വിഷമിക്കാതെ അവൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് അവൻ്റെ ഫ്രീ സ്പേസായിട്ടുള്ള ബന്ധത്തോട്ട് അവനെ കൊണ്ടുവന്നു.
അല്ലാണ്ട് അമ്മയെ കുറ്റം പറയുകയോ അമ്മയെ ചീത്ത പറയുകയോ ഒന്നുമില്ല. അമ്മയുടെ അവസ്ഥ അങ്ങനെയാണ്. അമ്മയെ നമുക്ക് സ്നേഹിക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലായി? അമ്മയെ സ്നേഹിക്കുക മാത്രമേ മകനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. എനിക്കും അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അവളെ സ്നേഹിക്കുക. മനസ്സിലായോ? ജെസ്സിയെ സ്നേഹിക്കുക എന്നുള്ളതല്ലാണ്ട് എനിക്ക് യാതൊന്നും ചെയ്യാനില്ല. ജെസ്സി ആ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യത അത് ജെസ്സിയുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായി? ഇപ്പം കെന്നിനെ ഞാൻ സ്നേഹിക്കുന്ന ഭാഗം കെന്ന് കാണണമെന്നുണ്ടെങ്കിൽ കെന്നിൻ്റെ യോഗ്യതയാണത്. മനസ്സിലായോ? അതാണ് കെന്നിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതാണ്. കാരണം അവന് സ്നേഹം കാണാൻ പറ്റുന്നുണ്ട് എപ്പോഴും. അതല്ലാതെ ഇപ്പം മൂത്തമ്മൻ്റെ കാര്യം പറയണമെങ്കിൽ അവന് പെട്ടെന്ന് അവൻ്റെ ചില ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓടുകയും ഓക്കെ ഞാനവിടെ സൈലൻ്റായി കൊടുക്കുകയും. കാരണം അവിടെ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നതിനകത്ത് പല മിസ്റ്റേക്കുകളുമുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ല. അവൻ ആ സത്യസന്ധത ആത്മബോധത്തിലോട്ട് എത്തുന്നത് വരെ എനിക്കൊന്നും ചെയ്യാനില്ല. എപ്പോഴൊക്കെ അവൻ എന്നെ വിളിക്കുന്നു അവിടെ അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് വേറെ ഒന്നും അവനെ എതിർത്ത് സംസാരിക്കുന്ന ഭാഗമൊന്നുമില്ല. അവൻ്റെ ജീവിതം നന്മയിൽ പോകാൻ വേണ്ടിയുള്ള വഴിയല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. അതിപ്പോൾ ശരത്ത് വിളിച്ചാലും ശരത്തിൻ്റെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഭാഗമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് ആരോടും അങ്ങനെയുള്ളൂ ബന്ധം. അല്ല മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റൊരാളെ തകർക്കാനോ മറ്റൊരാളെ രക്ഷിക്കാനോ പറ്റത്തില്ല. ഒരുമിച്ച് നിൽക്കുന്ന ഭാഗമേ ഉള്ളൂ. മനസ്സിലായോ? ആരെയും നമുക്ക് ഒരുമിച്ച് നിർത്താനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് അത് അവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓക്കെ ഇപ്പം എൻ്റെ മകനെ നന്നാക്കാനായിട്ട് നിങ്ങളൊന്ന് അവനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇല്ല. മനസ്സിലായോ? ഒരുമയിൽ നിൽക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. മനസ്സിലായോ? എവിടെ ഒരുമയിൽ നിൽക്കുക. ശരത്തുമായിട്ട് എനിക്ക് ഒരുമയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകനോട് അതേ ഒരുമയിൽ സംസാരിച്ചാൽ മതി. മനസ്സിലായോ? ഒരുമയിൽ സത്യസന്ധയിൽ നിന്നാൽ മതി. അല്ലാണ്ട് വേറെ ഒരു കാര്യം ചെയ്യാനില്ല. പക്ഷെ വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായോ? ആരുമായിട്ട് ഇപ്പം ഷാഫിയുമായിട്ടാണെങ്കിലും ഷാഫി എന്തെങ്കിലും കാരണവശാൽ ഈ ഒരുമയ്ക്ക് വിഘാതം വരുന്ന എന്തെങ്കിലും കാര്യം ചെയ്ത് എനിക്കവിടെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായോ? ജനിയാണെങ്കിലും അങ്ങനെ തന്നെ ഇവരോടൊന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലായോ? അവരത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ബ്ലോക്ക് ആകത്തുള്ളൂ. കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മളൊരു കാര്യം ഇപ്പോൾ ശരത്തിനോടൊരു കാര്യം ചോദിക്കും. ഇപ്പോൾ നമുക്കിവിടെ അഫ്സൽ എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരും ഇല്ലേ? നേരത്തെ വരും. പുള്ളിയോട് നമ്മൾ ചോദിച്ചാൽ പുള്ളി നമ്മൾ പറയുന്നു നമ്മളിവിടെ അതല്ല സംസാരിക്കുന്ന പറഞ്ഞാൽ പുള്ളി ശ്രദ്ധിക്കുന്നില്ല അല്ലേ? പുള്ളി വീണ്ടും പുള്ളി വേണ്ടാത്ത നമ്മൾ പറയുന്നൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും പറയുന്നു അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? പുള്ളി വേറെ അശ്രദ്ധയിലാണ്. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കാണ്. അതുകൊണ്ടല്ലേ ഞാൻ ശരത്ത് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കാരണം ഞാൻ അശ്രദ്ധയിലോട്ട് പോയത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയണേ. മനസ്സിലായോ? കാരണം എൻ്റെ അശ്രദ്ധ ഒരിക്കലും ഞാൻ അശ്രദ്ധയിൽ ഇരുന്നിട്ട് അത് കേട്ടെന്ന് ഞാൻ കള്ളത്തരം പറയാൻ പാടുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ തെറ്റല്ലേ? ഞാൻ കേട്ടില്ലെന്നുള്ളത് സത്യമല്ലേ? അതെ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വേറെ ചിന്ത എന്തോ കാര്യം കയറി വന്നു. അത് ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് ആ ന്യൂട്രലൈസ് ശരത്തെ ഒന്നും കൂടി പറയുമെന്ന് പറയണത്. അതെ. എത്ര പ്രാവശ്യം ശരത്തിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. കാരണം എൻ്റെ ഉള്ളിൽ ചിന്ത വീണ്ടും കയറി വരുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഒഴിവാക്കിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കേൾക്കുന്ന ഭാഗത്തോട്ട് ഞാൻ എന്നെ കൊണ്ടുവരികയും മനസ്സിലായി. അപ്പോഴല്ലേ സത്യസന്ധമായിട്ടുള്ള ബന്ധം വരുന്നത്. മനസ്സിലായി. അപ്പോഴാണ് ശരത്തിനെ കേട്ടത്. കാരണം എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ ഞാൻ അതുകൂടി ഒന്നുകൂടി മാറ്റും. എന്നിട്ട് ശരത്തിനോട് വീണ്ടും പറയും ശരത്തെ ഒന്നുകൂടി പറയണം കേട്ടോ. കാരണം ഇത് കയറി വരുന്ന ഭാഗം കൂടി വെച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ ശരത്തിൻ്റെ താല്പര്യം അവിടെ നടക്കത്തില്ല. പക്ഷേ ശരത്തിൻ്റെ താല്പര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ചിന്തയെ ഞാൻ ഒഴിവാക്കണം. അവിടെ ശരത്ത് കൂടി എന്നെ സഹായിക്കുകയാണ്. ശരത്ത് വീണ്ടും
അത് പറയാൻ തരാൻ വല്ല ഒരു പ്രാവശ്യം ചോദിച്ച് 2 പ്രാവശ്യം ചോദിച്ച് 3-ാമത്തെ പ്രാവശ്യം ഇല്ല എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ നടക്കത്തില്ല, ബന്ധം നടക്കത്തില്ല. പക്ഷേ ഞാൻ 3 പ്രാവശ്യം ചോദിച്ച് 4 പ്രാവശ്യം ചോദിക്കുന്നു, 5 പ്രാവശ്യം, അപ്പോഴെല്ലാം ഞാൻ റെഡിയാണ്, ശരത്ത് റെഡിയാണ്. അതാണ് ബന്ധം. കാരണം അവിടെ ചോദിക്കുമ്പോൾ ശരത്തിനറിയാം എൻ്റെ ഉള്ളിൽ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നു. പക്ഷെ ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല. 5, 6, 7, 8, 10, 12 പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനൊരു ക്ലീനിങ്ങും പ്രോസസ്സ് വേണ്ടേ? ഓക്കെ, ശരത്ത് ഇന്നതാണ് പറഞ്ഞത്. അവിടെ എൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാതിരുന്ന് കേൾക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്യൂരിഫിക്കേഷൻ വരുന്നത്, അപ്പോഴാണ് പ്രോപ്പർ ഇൻട്രാക്ഷൻ വരുന്നത്. എന്തോ ഒരു ഇച്ചിരി എക്കോ എന്തോ ഉണ്ട്. അല്ല, നമ്മുടെ ഉള്ളിൽ ചിന്തയൊന്നും വേണ്ട, യാതൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരുന്ന് കേൾക്കുക, അത്രയേ ഉള്ളൂ. ഒന്നുമില്ല അവിടെ, പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഭാഗമില്ല. നമ്മുടെ ഉള്ളിൽ യാതൊരു ആശയം ഉണ്ടാകരുത്, ഒരു ആശയം ഉണ്ടാകരുത്. എക്സാക്ട്ലി, നമ്മുടെ ഉള്ളിൽ ആശയം വെക്കരുത്. അപ്പം ആശയം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയം വരുന്നുണ്ട്, അതും പറയുക അയാളോട്, എനിക്കിങ്ങനെ തോന്നലുണ്ട്, അത് പറഞ്ഞാൽ അത് തീർന്നു. മനസ്സിലായി? എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു തോന്നലുണ്ട്, മനസ്സിലായി? എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു തോന്നലുണ്ട് എന്ന് അയാളോട് പറയണം. മനസ്സിലായി? അയാളോട് പറയുമ്പോൾ അയാൾ താൻ ഇത്തരക്കാരനാണല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളോടുള്ള കമ്മ്യൂണിക്കേഷനോടെ പ്രസക്തിയില്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ള തോന്നൽ പറയുമ്പോൾ അതുകൂടി എടുത്ത് നമ്മൾക്ക് അനുകൂലമായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നത്, അത് ഡൈജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളുമായിട്ടുള്ള ബന്ധത്തിലോട്ട് നമ്മൾ എത്തും. അത് ഇവഞ്ച്വലി സംഭവിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ എക്സ്പെക്റ്റേഷൻ അല്ല, മനസ്സില്ല, പ്രോസസ്സാണ്. എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമില്ല, ഇത് പ്രോസസ്സിലാണ്. മനസ്സിലായി? ഇതെപ്പോഴും പ്രൊസീഡിങ്ങിലാണ്, ഇതെപ്പോഴും പ്രോഗ്രസീവാണ്. അപ്പോൾ പ്രോഗ്രസീവായിരിക്കുന്നതിന് എക്സ്പെക്റ്റേഷൻ്റെ ആവശ്യമില്ല. പ്രോഗ്രസീവ് അല്ലാതെ എന്തോ കാരണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ എന്തിനാണ് എക്സ്പെക്റ്റേഷൻ? എന്തിനാണ് എക്സ്പെക്റ്റേഷൻ്റെ ആവശ്യമില്ല. നിരന്തരമായിട്ട് അതെ 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 പരസ്പരം കേൾവിയുള്ളവരിലാണ് ശരിക്കും പൊരുത്തം കണ്ടെത്താൻ പറ്റുന്നത്. തീർച്ചയായിട്ടും കേൾവി എന്ന് പറയുന്നത് നമ്മളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരൊറ്റ ഭാഗം കേൾവി എന്ന് പറയുന്നത് അവനവനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനാണ് കേൾവി, അല്ലാണ്ട് വേറെന്തെങ്കിലും കാര്യം ചെയ്യാനല്ല. മനസ്സിലായി? കേൾവി എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്ന പോലെ ആയിരിക്കണം. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അതായത് നമ്മൾ കേൾക്കുന്ന കേൾവിയെ നമ്മൾ ദഹിപ്പിക്കണം. നമ്മൾ ഓരോ സെക്കൻഡിൽ നമ്മൾ കേൾക്കുന്ന കേൾവിയെ ഓരോ അക്ഷരങ്ങളെ നമ്മൾ ദഹിപ്പിച്ചെടുക്കണം. നമ്മളെ ഉണർത്തിയെടുക്കണം. അപ്പോൾ ഉണരണമെന്നുണ്ടെങ്കിൽ അത് ആ കേൾവി, ആ വ്യക്തി എങ്ങനെ നിൽക്കുന്നു, ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതാണ് കേൾവിയിലൂടെ വരേണ്ടത്.
ഇല്ലാത്തതാണ് ആക്ച്വലി ബന്ധങ്ങളുടെ തകർച്ചയുടെ കാരണം. തീർച്ചയായിട്ടും. കാരണം മനുഷ്യൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ഭക്ഷണം കൊണ്ട് വളർന്ന്, വെള്ളം കൊണ്ട് വളർന്ന്, ഉറക്കം കൊണ്ട് വളർന്ന്, ഈ കേൾവി എന്നുള്ള ഭാഗം, സംസാരം, ശബ്ദം കൊണ്ടും വളരാനുണ്ട്. ശബ്ദം കൊണ്ടും നമ്മൾ വളരാനുണ്ട്. ഭക്ഷണം കൊണ്ട് മാത്രമല്ല, മനസ്സിലായോ? ശബ്ദം കൊണ്ടും വളരാനുണ്ട്, വെളിച്ചം കൊണ്ടും വളരാനുണ്ട്. മനസ്സിലായോ? ശബ്ദം കൊണ്ടും വെളിച്ചം കൊണ്ടും നമ്മൾ വളരാനുണ്ട്. അപ്പോൾ ശബ്ദത്തിൻ്റെ ഭാഗം നമ്മളെ വളർത്തുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ അനുഭവത്തിൽ വരണം. അനുഭവത്തിൽ അതിനുള്ള സാധ്യതയുള്ളൂ. ഭക്ഷണം അനുഭവിക്കുന്ന ഭാഗം ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ നടക്കും? ഭക്ഷണം കൃത്യമായിട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് സാധിക്കത്തുള്ളൂ, അല്ലേ? ഭക്ഷണം കൃത്യമായിട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് സാധിക്കത്തുള്ളൂ. അല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും? ഇപ്പൊ വിവാഹം കഴിച്ച് രണ്ട് വ്യക്തികളാണെങ്കിൽ അവർ പര സ്ത്രീയിലോ അല്ലെങ്കിൽ പരപുരുഷനിലോ ആകൃഷ്ടനായിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ കേൾവി നശിച്ചിട്ടില്ലേ? അത് വിവാഹം കഴിച്ചു, ഓക്കെ. അപ്പോൾ ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നു, ഓക്കെ. ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, ഇവർ വിവാഹം കഴിച്ചു എന്നുള്ളൊരു ഭാഗം ഒരു എഗ്രിമെൻ്റ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തു. അതിൻ്റെ താല്പര്യത്തിൽ എന്തെല്ലാം നടക്കുന്നു, അതിൻ്റെ താല്പര്യത്തിൽ എന്താണ് താല്പര്യം? ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവരുടെ താല്പര്യം എന്താണ്? നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമാണെങ്കിൽ അവിടെ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അസ്തമിക്കണം, വേണ്ടേ? അവിടെ മതം ഉണ്ടാകരുതും വിശ്വാസം ഉണ്ടാകരുതും യാതൊന്നും ഉണ്ടാകരുതും. നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ മതവും വിശ്വാസവും ഒന്നും ഉണ്ടാകരുത്. അതല്ല, മതത്തെ ഒപ്പിച്ച് ജീവിക്കാനാണ് അവർ ഒരുമിച്ചെങ്കിൽ മതത്തെ അനുസരിക്കണം. മനസ്സിലായ? അവിടെ എന്ത് താല്പര്യമാണ് അവിടെ അവരെടുത്തത്? മതത്തെ അനുസരിക്കാനാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധത്തിൻ്റെ ഭാഗത്താണ് ഈ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഒരു എഗ്രിമെൻ്റ് വെച്ചതാണ്, അല്ലേ? അത് മതത്തിൻ്റെ പേരിലാണെങ്കിൽ ആ മതം പറയുന്ന കാര്യങ്ങൾ അവിടെ അനുസരിക്കണം, വേണ്ടേ? അവർ തമ്മിലുള്ള ബന്ധം ഡെവലപ്പ് ആവുന്നുണ്ടോ? എന്തോ? മതം പറയുന്ന കാര്യം അനുസരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം ഡെവലപ്പ് ആവുന്നുണ്ടോ? ഇല്ല, മതത്തിന് വേണ്ടിയിട്ടാണ്. അത് മതത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായ? അത് എല്ലാ മതത്തിനും, ഏത് മതവും മതത്തെ എടുത്തു കഴിഞ്ഞാൽ, മതത്തെ എടുത്താൽ മതത്തിന് വേണ്ടിയിട്ടാണ്, വ്യക്തിക്ക് വേണ്ടിയിട്ട് ആകത്തില്ല ഒരിക്കലും. മനസ്സിലായ? ഏത് മതം എടുത്തോ അത് മതത്തിന് വേണ്ടി. കാരണം മനുഷ്യന് വേണ്ടിയിട്ടെന്നുള്ള ഭാഗമാണെങ്കിൽ മതം എങ്ങനെയാണ്? മതത്തിനെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, മനസ്സിലായത്? മതത്തിന് വേണ്ടിയാണ്. ജീവന് വേണ്ടിയിട്ടാണെങ്കിലും മതം എന്തിനാണ്? ജീവന് വേണ്ടിയിട്ട് മതമില്ല, മനസ്സിലായി? കാരണം മതമാണ് അവരെ വിവാഹം കഴിപ്പിച്ചത്, മനസ്സിലായി? കാരണം ഇവർക്ക് രണ്ടുപേർക്കുള്ള സ്വബോധത്തിലല്ല, മനസ്സിലായോ? മതത്തിൻ്റെ തീരുമാനത്തിലാണ് വിവാഹം കഴിച്ചത്, അല്ലേ? അപ്പോൾ അത് മതത്തിന് വേണ്ടിയിട്ടാണ്. അത് വ്യക്തികൾ തമ്മിലാണെങ്കിൽ ആ വ്യക്തികൾ പരസ്പരമുള്ള ബന്ധത്തിലല്ലേ?